ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അർപ്പിക്കുന്നു. ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചില പുതുതായി വന്ന വിശ്വാസികൾ ഒരു സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെങ്കിൽ, ഈ ഭൂമിയെ സൃഷ്ടിച്ചെങ്കിൽ ക്രൂരമൃഗങ്ങളെയും മനുഷ്യനെ കൊന്നു തിന്നുന്നവയും മനുഷ്യനെ കൊത്തിക്കൊല്ലുന്ന പാമ്പും തേളും പോലുള്ളവയും പിന്നെ നമ്മളെ എന്നും ഉപദ്രവിക്കുന്ന കൊതുക്, മുട്ട, പിന്നെ നമുക്ക് വിവിധ രോഗങ്ങൾ വരുത്തുന്ന രോഗാണുക്കൾ, ഇവയൊക്കെ എന്തുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത് എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അന്നൊന്നും ആ വിഷയത്തിൽ എനിക്ക് ഉത്തരമില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നത് പറയുവാൻ തക്കവണ്ണം ദൈവം ആ വിഷയത്തെ മനസ്സിലാക്കി തന്നുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തുതി പറയുന്നു. ദൈവം ആദ്യമായി സൃഷ്ടിച്ച ഭൂമിയിൽ ഈ പറയുന്ന രീതിയിലുള്ള യാതൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്ന് കാണുന്ന രീതിയിലില്ലായിരുന്നു. മനുഷ്യനെ ഉപദ്രവകാരികളായ രോഗാണുക്കളോ മനുഷ്യനെ കൊന്നു തിന്നുന്ന പുലികളോ ഒന്നും ഇല്ലായിരുന്നു. പുലികളുണ്ടായിരുന്നു, പക്ഷെ അത് മനുഷ്യനെ കൊല്ലുകയില്ലായിരുന്നു. ദൈവം ഉണ്ടാക്കി കഴിഞ്ഞ് ദൈവം എല്ലാം നോക്കി. എന്നാൽ ദൈവം സകലതും നല്ലത് എന്ന് കാണുവാനായിട്ടിടയായി. ഉൽപ്പത്തി 1:28 വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം: നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അവ നിങ്ങൾക്ക് ആഹാരമായി തീരട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവുകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു. മനുഷ്യന് ദൈവം കൊടുത്തത് വിത്തും ഫലങ്ങളും, ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും മനുഷ്യന് കൊടുത്തപ്പോൾ മൃഗങ്ങൾക്ക് കൊടുത്തത് പച്ചസസ്യമാണ്. അതായത് പുലി, കടുവ എന്നുള്ള നാം പറയുന്ന ഈ ക്രൂര ജന്തുക്കൾക്കൊന്നും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തിന്നുകൊണ്ടിരുന്ന ആ സ്വഭാവം ഉണ്ടായിരുന്നില്ല. അവരെല്ലാം കഴിച്ചുകൊണ്ടിരുന്നത് ആഹാരം പച്ചസസ്യമായിരുന്നു. അപ്പോൾ തന്നെ പരസ്പരം വൈരാഗ്യമില്ലാതെ അവയൊക്കെ ഒരുമിച്ച് കഴിഞ്ഞിരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഉൽപ്പത്തി 2:19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ യഹോവയായ കർത്താവ് ആ മൃഗങ്ങളെ മുഴുവൻ ആദാമിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി. പക്ഷേ അത് ഞാനൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. മനുഷ്യൻ പേരിടാനായിട്ട് സകല ജീവജന്തുക്കളെയും അവന്റെ മുന്നിൽ നിന്നു. ഇന്ന് നാം പല വിധത്തിലുള്ള പേരിട്ട് വിളിക്കുന്ന എല്ലാ ജീവികൾക്കും ആദ്യം പേരിട്ടത് ആദമാണ്. എന്നാൽ അവയൊന്നും ആദാമിനെ കൊന്നു തിന്നില്ല. പലരും സംശയിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് കടുവയും പുലിയും ഒന്നും ആദാമിനെ പിടിച്ചു തിന്നഞ്ഞത്? ഇല്ല, അന്ന് അവയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആദാമിന്റെ മുമ്പിൽ അവ വന്ന് നിന്നത്. എന്നാൽ ഉൽപ്പത്തി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ തേജസ്സിൽ ഈ ഭൂമിയെ വാഴുവാൻ വിളിക്കപ്പെട്ട മനുഷ്യൻ അവന്റെ പാപനിമിത്തം ഭൂമി ശപിക്കപ്പെടുന്ന വിഷയങ്ങൾ ഉണ്ടാകുവാനിടയായി. മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്തു. മനുഷ്യ നിമിത്തമാണ് സകല പ്രകൃതിയും സകല ജീവികളും മനുഷ്യനുൾപ്പെടെ ശപിക്കപ്പെട്ടത്.
ഉൽപ്പത്തി 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. 3-ാം അധ്യായം 18-ാം വാക്യം. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. അതായത് അന്ന് വരെ ഇല്ലായിരുന്ന ക്ഷുദ്രജീവികൾ ഉദയം ചെയ്യുവാനിടയായത് അതിന് ശേഷമാണ്. മനുഷ്യനാവശ്യമില്ലായിരുന്ന മുള്ളും പറക്കാരയും അതൊക്കെ ശാപത്തിന്റെ ഫലമായുള്ളതാണ്. ഒരു മുള്ള് കാണുമ്പോൾ നിങ്ങളുടെ കാലെ കൊള്ളുമ്പോൾ നിങ്ങൾ ഓർത്തണം, ഇത് ശപിക്കപ്പെട്ടത് കൊണ്ടുണ്ടായതാണ്. അങ്ങനെ ക്ഷുദ്രകാരികളായ ജീവികളും സസ്യങ്ങളുമൊക്കെ മുളവെടുക്കുവാൻ തക്കവണ്ണം ഇടയായി. ഉൽപ്പത്തി 6-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനുഷ്യന്റെ പാപം പെരുകി ദൈവം ലോകത്തെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചതായി നാം വായിക്കുന്നു. ഇങ്ങനെയാണ് അത് വായിക്കുന്നത്. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായെന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. അങ്ങനെ വഷളായതുകൊണ്ട് ദൈവം ഒരു തീരുമാനമെടുത്തു. ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ അതുണ്ടാക്കിയ പർപ്പസ് മാറിപ്പോവും. അതുകൊണ്ട് ഈ ലോകത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഒരു തീരുമാനമെടുത്തു. എന്നാൽ മുഴുവനായി നശിക്കുകയല്ല, നീതിമാനായ നോഹയും കുടുംബത്തെയും അതുമാത്രമല്ല സകല ജീവികളിൽ നിന്നും ഇരണ്ടായി ഉള്ള ജീവികളെയും വിടുവിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചു. അങ്ങനെ ഒരു പെട്ടകം ഉണ്ടാക്കുവാനും ആ പെട്ടകത്തിൽ നോഹയും കുടുംബത്തെ എല്ലാ ജീവികളെയും കയറ്റുവാനും ദൈവം കൽപ്പിച്ചു. അത് ഉൽപ്പത്തി 6-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. അങ്ങനെ സകല ജീവികളും ഈ പെട്ടകത്തിനകത്ത് കയറിയെങ്കിലും അവയൊന്നും പരസ്പരം കൊന്നിരുന്നില്ല. ജനം ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാ ഈ പുലിയും ആടും ഒക്കെ ഒരുമിച്ച് കിടന്നത്? ആ കാലത്ത് അവയെല്ലാം പുല്ല് തിന്നുന്ന ജീവികൾ മാത്രമായിരുന്നു. മനുഷ്യനുൾപ്പെടെ ഒരു ജീവിയും മറ്റു മൃഗങ്ങളെ മാംസത്തെ തിന്നുകയില്ലായിരുന്നു. ദൈവം സൃഷ്ടിച്ച ഈ ലോകത്ത് ദൈവം എല്ലാത്തിനെയും സസ്യബുക്കുകളായിട്ടാണ് സൃഷ്ടിച്ചത്. മാംസബുക്കുകളായിട്ട് ആ കാലത്ത് ഒന്നുമില്ലായിരുന്നു. നൂറുകണക്കിന് വർഷങ്ങൾ അതങ്ങനെ തന്നെ കഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് ആരെങ്കിലും സസ്യബുക്കായിട്ട് നടക്കുന്നുവെങ്കിൽ തീർച്ചയായും അവർ സസ്യബുക്കായിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഈ ജീവികളും മനുഷ്യനും ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ ദൈവം വീണ്ടും തന്റെ നിയമത്തെ മാറ്റുവാനിടയായി. ഉൽപ്പത്തി 9 അതിൻ്റെ 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയുവേൻ. നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഭൂചര ജന്തുക്കളൊക്കെ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. പച്ചസസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ കാലഘട്ടത്തിലാണ് ദൈവം മനുഷ്യനെയും മൃഗങ്ങളെയും മാംസം തിന്നുവാനുള്ള ആ രീതിയിലേക്ക് ദൈവം രൂപമാറ്റം വരുത്തിയത്. അതിനുശേഷമാണ് പരസ്പരം ഇവയൊക്കെയും കൊന്നു തിന്നുവാൻ തുടങ്ങിയത്. മനുഷ്യൻ മാംസം തിന്നുവാൻ തുടങ്ങിയതും മൃഗങ്ങൾ പരസ്പരം കൊന്നു തിന്നുവാൻ തുടങ്ങിയതും അവരുടെ ശരീരത്തിൽ അതിനാവശ്യമായ വ്യത്യാസങ്ങൾ വന്നതും എല്ലാം ഈ കാലത്തിന് ശേഷമാണ്. അതിനാവശ്യമായ ശരീരഘടനയിലുള്ള ആ വ്യത്യാസങ്ങൾ ദൈവം അതിനെ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ അവർ പരസ്പര ശത്രുക്കളായി മാറുവാൻ ഇടയായി. ഇന്ന് കാണുന്ന ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടായത് അതിനുശേഷമാണ്. 2, ദൈവത്തിന് മാത്രമല്ല പൈശാചിക ശക്തികൾക്കും ചില കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയും എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് 8-ന്റെ 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മന്ത്രവാദികൾ
തവളകളെ സൃഷ്ടിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. പുറപ്പാട് 7:12 വടിയിൽ നിന്ന് മന്ത്രവാദികൾ സർപ്പങ്ങളെ സൃഷ്ടിക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ ദൈവവും പിന്നെയും ചില സൃഷ്ടികൾ നടത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് 7:10 ദൈവം പാമ്പിനെ സൃഷ്ടിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. 8:6 തവളകളെ സൃഷ്ടിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 8:17 പൊടിയിൽ നിന്ന് പേരിനെ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 8:24 ദൈവം നായീച്ചയെ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 10:14 വെട്ടുക്കിളിയെ സൃഷ്ടിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. സംഖ്യ 11:31 ലക്ഷക്കണക്കിന് ആളുകൾക്ക് 6 ലക്ഷം പുരുഷന്മാർ മാത്രമുള്ള ഒരു ജനത്തിന് ലക്ഷക്കണക്കിന് കാടപ്പക്ഷികളെ സമുദ്രത്തിൽ നിന്ന് കാറ്റടിച്ച് ദൈവം സൃഷ്ടിച്ചു കൊണ്ടുവരുന്നതായിട്ട് കാണുവാൻ കഴിയും. മത്തായി 3:9 യോഹന്നാൻ യഹൂദന്മാരോട് പറയുന്നു, സർപ്പസന്തതികളെ, ഞങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. വേണ്ടി വന്നാൽ ദൈവം ഈ മുന്നിൽ കിടക്കുന്ന ചെറു ചെറു കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉണ്ടാക്കി നിർത്തുവാൻ ദൈവത്തിന് കഴിയും. അതെ, ദൈവം തന്റെ സൃഷ്ടിപ്പ് നിർത്തിയിട്ടില്ല. ദൈവത്തിന്റെ സൃഷ്ടിപ്പുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്കുള്ള രോഗാണുക്കളെ മ്യൂട്ടേഷൻ നടത്തി അതിനെ നമുക്ക് ദോഷകരമാക്കുന്നതൊക്കെ പൈശാചിക ശക്തികളുടെയും കൂടി പ്രവർത്തന ഫലമാണെന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഈ കാലഘട്ടങ്ങളെല്ലാം കഴിയാൻ പോവുകയാണ്. നാം ഈ ഭൂമിയുടെ അവസാന കാലഘട്ടങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു ജനതയാണ്. ഈ യുഗം കഴിയുമ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ രാജാവായി ഈ ഭൂമിയെ ഭരിക്കുന്ന 1000 വർഷത്തെ ഒരു വാഴ്ചയുണ്ട്. ഒരു ലോകമഹായുദ്ധം കഴിഞ്ഞ ശേഷമായിരിക്കും ആ യുഗം തുടങ്ങുന്നത്. ആ യുഗത്തിന്റെ കാലഘട്ടത്തിൽ അത് വെളിപ്പാട് പുസ്തകം 20:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ 1000 വർഷം യേശു ഈ ഭൂമിയിൽ ഭരിക്കുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത്. ആ സമയത്ത് പിശാചിനെയും അവന്റെ ദൂതന്മാരെയും ഈ ഭൂമിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാ സകല ആത്മീയ ശക്തികളെയും ദൈവം പിടിച്ച് നരകത്തിലേക്ക് 1000 വർഷത്തേക്ക് പൂട്ടിയിടും. അതുകൊണ്ട് ഈ ഭൂമിയിൽ യാതൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ആ കാലത്തെക്കുറിച്ച് വേദോസ്തം പഠിപ്പിക്കുന്നത് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐശയ്യാ 65:25 വാക്യം. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടിയാഹാരമായിരിക്കും. ഐശയ്യാ 11 അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോട് കൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അതെ, വീണ്ടും ഉൽപ്പത്തിയിൽ ദൈവം ഭൂമിയെ എങ്ങനെ സൃഷ്ടിച്ചോ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരുന്നൊരു കാലഘട്ടം ഇനിയും ഈ ഭൂമിയിൽ വരും. ആ കാലഘട്ടത്തെക്കുറിച്ച് റോമർക്കെഴുതിയ ലേഖനം 8 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഈ ഭൂമി
ഉണ്ടാക്കിയ ആ രീതിയിലല്ല ഇന്നിരിക്കുന്നത്. ഇന്നെല്ലാം നാശോന്മുഖമാണ്. എന്നാൽ ഇന്നെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നാമും മരിക്കുന്നു, എല്ലാ മൃഗങ്ങളും മരിക്കുന്നു, പരസ്പരം കൊല്ലുന്നു. എല്ലാം കഷ്ടപ്പാടിൻ്റെയും ദുഃഖത്തിൻ്റെയും ഈ ലോകം അത് സൃഷ്ടിച്ചത് ദൈവമല്ല, മനുഷ്യൻ തന്നെ പൈശാചിക ശക്തികളുമായി ചേർന്ന് ഈ ലോകത്തെ നശിപ്പിച്ചതാണ്. എന്നാൽ ദൈവം അതിനെ വീണ്ടും റെസ്റ്റോർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തേക്ക് പ്രകൃതി തന്നെ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അന്ന് ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും മാറും. അന്ന് പശുവിൻ്റെ കൂടെ സിംഹം ഒരുമിച്ച് കിടന്നുറങ്ങും. അതെ, ആ കാലഘട്ടത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ചെയ്യണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് നാം ദൈവത്തോട് പാപം ചെയ്ത ആ ശാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ഭൂമിയെ വീണ്ടും, മനുഷ്യനെയും ഭൂമിയെയും വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ പാപങ്ങളാണല്ലോ സകലത്തിനും കാരണം. ആ പാപങ്ങൾ നമ്മളെ മുക്തി ലഭിക്കുവാനായിട്ട് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുകയും ചെയ്യുമെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ കടന്നു പോകുവാൻ തക്കവണ്ണം ജീവനോടെ ഇരിക്കുവാനും ദൈവസന്നിധിയിൽ ഉല്ലസിക്കുവാനും തേജസ്സോടായിരിക്കാനും ദൈവം നിങ്ങളെ സഹായിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അതിനായി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.